ഇതുവഴി പോകാൻ പറ്റില്ല, അതുവഴി പോകാം. ഇതുവഴി പോകാൻ പറ്റില്ല, ഇതാണ് എൻ്റെ ഇടയിൽ പോകാൻ പറ്റില്ല, എൻ്റെ ഇടയിൽ പോകാൻ കാണാൻ പറ്റുന്നില്ല. അവിടെ മൈക്ക് ഇപ്പോൾ ജോയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. വൻ ജലാവനിയാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. നാട്ടുകാരും അധികൃതരും ഒക്കെ അനുശോചനം അറിയിക്കുന്നുണ്ട്. ഒരു വിങ്ങലോടെയാണ് നാടിതിനെ കാണുന്നത്. അതിദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളുമായി നിർമ്മൻ ചേരുന്നുണ്ട്. നിർമ്മൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജോയിയുടെ മൃതദേഹം മാരായമുട്ടത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ വീട്ടിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നത്. ഇപ്പോൾ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുക്കൾ, അമ്മ, സഹോദരങ്ങൾ ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുകയായിരുന്നു. അല്പം മുമ്പാണ് എത്തിച്ചേർന്നത്. ബന്ധുക്കൾ, പ്രത്യേകിച്ച് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തിയ ഒരാൾ കൂടിയായിരുന്നു. നാട്ടിൽ വലിയ തരത്തിൽ എല്ലാ കാര്യങ്ങളിലും നേരിട്ട് ഇറങ്ങുകയും മുൻകൈയെടുത്ത് ഇറങ്ങുകയും ഈ പ്രദേശത്ത് വലിയ തരത്തിൽ ബന്ധമുള്ള ഒരാൾ കൂടിയായിരുന്നു ജോയി. ഏത് തരത്തിലെ പണിക്കും പോകുന്ന ഒരാളായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പൊടുന്നനെയുണ്ടായ മരണം സ്വന്തം നാട്ടുകാരാണ് സംബന്ധിച്ച് അപകടം സംഭവിക്കുന്നു. അപകടം സംഭവിച്ചപ്പോൾ അത് ജോയിയാണെന്ന് നാട്ടുകാർ തിരിച്ചറിയുന്നു. അതിനുശേഷം നാട്ടുകാരെല്ലാം പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെയാണ് ജോയിയുടെ മരണം സ്ഥിരീകരിക്കുക, അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെടുക്കുകയും ചെയ്തത്. അപ്പോൾ ഈ പറഞ്ഞ മൃതദേഹം അധിക സമയം ഇവിടെ വച്ചിരിക്കാൻ സാധിക്കില്ല. ഈ വീടിന്, ജോയിയുടെ ജ്യേഷ്ഠൻ്റെ വീടിന് തൊട്ട് പിന്നിലായി ജോയിയുടെ മൃതദേഹത്തിന് സംസ്കാരത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. ഇപ്പോൾ മൃതദേഹം സംസ്കാര ചടങ്ങുകളിലേക്ക് പോവുകയാണ്. കാരണം 2 ദിവസം മരണം സംഭവിച്ച് മൃതദേഹം ഏകദേശം 50% ജീർണിച്ച അവസ്ഥയിലായിരുന്നു കണ്ടുകിട്ടിയത്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗം, ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അവിടെ നിന്ന് മൃതദേഹം അല്പം മുമ്പാണ് മാരായമുട്ടത്തുള്ള ജോയിയുടെ ജ്യേഷ്ഠൻ്റെ വീട്ടുമുറ്റത്താണ് ഇവിടെ പൊതുദർശനത്തിൽ വെച്ചത്. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. സംസ്കാര ചടങ്ങുകൾ വീടിൻ്റെ പിന്നിലായി, ഈ ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ പിന്നിലായിട്ടുള്ള വസ്തുവിലാണ് മൃതദേഹം സംസ്കരിക്കുക. അവിടെ വേണ്ട സജ്ജീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരു നാടിനെയാകെ ദുഃഖത്തിലാഴ്ത്തിയാണ് ജോയിയുടെ വിയോഗം. കാരണം ഇങ്ങനെ ഒരു ദുരന്ത സമാനമായ ഒരു അപകടം തിരുവനന്തപുരത്ത് റെയിൽവേയുടെ കനാലിന് മുന്നിൽ സംഭവിക്കുന്നു. അതിനുശേഷം 2 ദിവസം രാത്രിയും പകലും എന്നില്ലാതെ ജനങ്ങൾ, പ്രത്യേകിച്ച് രക്ഷാപ്രവർത്തകർ ജോയിയെ രക്ഷപ്പെടുത്താൻ കഴിയും എന്ന തരത്തിലുള്ള പ്രത്യാശയോടുകൂടി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഈ കനാലിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ അവസാനം നേവിയുടെ സഹായമടക്കം തേടിയിരുന്നെങ്കിലും നേവിയുടെ തിരച്ചിലിനിടയിലാണ് ശ്രീചിത്ര ഹോമിന് പിന്നിലുള്ള യാമയിഴഞ്ചാൻ തോട് വന്ന് പതിക്കുന്ന ഒരു പ്രദേശത്ത് നിന്ന് ജോയിയുടെ മൃതദേഹം നഗരസഭയുടെ കണ്ടിജന്റ് ജീവനക്കാരെ കണ്ടെത്തുന്നത്. അതിനുശേഷം ജോയി ആണെന്ന് സ്ഥിരീകരിക്കാനുള്ള സമയമെടുത്തു. കാരണം അദ്ദേഹത്തിനൊപ്പം കരാർ പണിക്ക് ഏർപ്പെട്ടിരുന്ന സഹ ജീവനക്കാരായിട്ടുള്ള തൊഴിലാളികൾ ജോയി ആണെന്ന് ആദ്യ നിമിഷം തന്നെ സ്ഥിരീകരിച്ചു. പക്ഷേ ബന്ധുക്കളുടെ ഔദ്യോഗികമായ സ്ഥിരീകരണം വേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളിൽ ബന്ധുക്കളുടെ സ്ഥിരീകരണം വന്നാൽ മാത്രമേ ഈ മൃതദേഹത്തിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്നുള്ളൂ. അതിനുശേഷം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമാണ് തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചത്.